ഗുഡ് ഈവനിങ് ഗൈസ്. അൺഎംപ്ലോയിഡ് സീരീസിന്റെ പാർട്ട് 7 വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ട്രേഡത്തിന്റെ പ്രോഫിറ്റ് നിങ്ങളൊക്കെ അവിടെ കൊടുക്കുക. ഇന്നത്തെ വീട്ടിലേക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് യൂട്യൂബിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ലെസ് ദാൻ 1 മിനിറ്റ് നമുക്ക് ഈസി ആയിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫോട്ടോസ് മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. തംബ്നെയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാൻവ എന്നുള്ളൊരു വെബ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഡയറക്റ്റ് പോയി യൂട്യൂബ് തംബ്നെയിൽ സെർച്ച് ചെയ്ത് നമുക്ക് പ്ലെൻറ്റി ഓഫ് വെറൈറ്റി ആയിട്ടുള്ള കുറേ തംബ്നെയിൽ സജഷൻസ് വരും. ഈ തംബ്നെയിൽ നമുക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ഞാനിതിൽ ജസ്റ്റ് എനിക്ക് ഈ സാമ്പിൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു ടെംപ്ലേറ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് അവിടെ കസ്റ്റമൈസ് യുവർ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തതിനു ശേഷം ദെൻ ഇവിടെ ഒരു ക്യാൻവ എന്നുള്ള വാട്ടർമാർക്ക് കാണുന്നുണ്ടാവും. ആ ജസ്റ്റ് ആ ഇമേജ് ഡിലീറ്റ് ചെയ്ത് ഞാൻ വാട്ടർമാർക്ക് പോവും. ദെൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇമേജ് കയ്യിലുള്ളത് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇമേജ് ഉള്ളത് അവിടെ ആഡ് ചെയ്യുക. ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ ഇമേജ് സജഷൻസ് വന്നിട്ടുണ്ട്. ദെൻ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് മാർക്ക് അവിടെ നിന്ന് കളയാൻ വേണ്ടി എൻ്റെ ഇമേജ് അവിടെ നിന്ന് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ആ വൈറ്റ് മാർക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് എനിക്ക് വേണ്ട ജസ്റ്റ് ഒരു കളർ ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ഏത് കളർ വേണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ദെൻ ഞാൻ എൻ്റെ ഇമേജ് അവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് അവിടെ വേണ്ട രീതിയിൽ ഫിക്സ് ആക്കി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തത്. ദെൻ ഞാൻ അത് സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ടെക്സ്റ്റ് എനിക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ടെക്സ്റ്റിൽ ഏത് ടെക്സ്റ്റാണോ എഡിറ്റ് ചെയ്യണത് ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എനിക്ക് വേണ്ടതുപോലെ സാമ്പിൾ യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ള രീതിയിൽ ഞാൻ മോഡിഫൈ ആണ്. അത് ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഇമേജ് നമ്മുടെ വേണ്ട രീതിയിലുള്ള ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ യൂട്യൂബിൽ ചെയ്യുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടും ഈ തരത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഡിവൈസിലോട്ട് അത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതുപോലെ തന്നെ മൊബൈൽ ആപ്പിൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അവിടെ നമുക്ക് വേണ്ടതിൽ യൂട്യൂബ് തമ്മിൽ സെർച്ച് ചെയ്താൽ അതുപോലെ തന്നെ പ്ലെൻറ്റി ഓഫ് വെറൈറ്റി ആയിട്ടുള്ള യൂട്യൂബ് ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. വന്നതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിലോട്ട് ടെംപ്ലേറ്റ് എടുക്കുക. ദെൻ നമുക്ക് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. ലാപ്ടോപ്പിൽ ചെയ്യുന്ന അത്ര തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ എഡിറ്റ് ചെയ്തതിനു ശേഷം ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ടതിൽ സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലായിട്ട് റീലും ഷോർട്സും ഷെയർ ചെയ്യുന്നുള്ള കാര്യം. അത് ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇന്ന് എന്തായാലും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ഇതുപോലത്തെ വീഡിയോ കണ്ടിട്ട് എന്തായാലും മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പണംലോഡായിട്ട് എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു ടെലഗ്രാം ചാനൽ ഞാൻ റൺ ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. അതിൻ്റെ ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.